മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കബേർഡിനാണെങ്കിലും നമ്മൾ ചില ഭിത്തികളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഈർപ്പം വരാറുണ്ടല്ലേ. അത് എത്ര പുതിയ വീടാണെങ്കിലും ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്താലും അത് അത്ര അങ്ങോട്ട് ക്ലീനായി പോകാറില്ല അല്ലേ. അപ്പോൾ നമുക്ക് പപ്പായ ഇല കൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ടിപ്സാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് പപ്പായയില ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ വലുതായിട്ട് അരിഞ്ഞോളൂ, പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പപ്പായ ഇല ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഇലയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം വരുന്ന നമ്മളുടെ ഡെങ്കുപ്പനിക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് നമ്മളുടെ പപ്പായ ഇല. അതുപോലെ തന്നെ നമ്മൾ വീട് ക്ലീനിങ്ങിനും വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു ടിപ്പാണ് ഈ ഒരു പപ്പായ ഇല കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. പപ്പായ ഇല മസ്റ്റായിട്ടും വേണം, വേറൊരു ഇലക്കും അത് പകരം വയ്ക്കാനാവില്ല. അതുകൊണ്ടാണ് പപ്പായ ഇല തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ 2 ഇലയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ 8 കാലിയോ എന്താ പറയുക പ്രാണികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം മാത്രം നിങ്ങൾ അരിഞ്ഞിടുക കേട്ടോ. ഇതിൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും, മാറാലയും അതുപോലെ തന്നെ പ്രാണികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാനിത് 2 എണ്ണം ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നല്ലതുപോലെ തിളപ്പിക്കണം. നല്ലതുപോലെ തിളപ്പിച്ച് ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് ആ ഒരു പപ്പായയിലിൻ്റെ കളർ അതിലേക്ക് വന്ന് കഴിയുമ്പോൾ, കളർ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ വരും. ആ ഒരു കളർ വന്നവരെ നമ്മൾ തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ചൂടാറാൻ പാടില്ല, നേരിയ ചൂട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് നേരിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇല വേറെ വെള്ളം വേറെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം തന്നെ 2ആയിട്ട് മാറ്റണം. നമ്മൾ കബേർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മളുടെ മാറാല ക്ലീൻ ചെയ്യുമ്പോഴും വേറെ വേറെ വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ 2-3 കർപ്പൂരം ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്, നമ്മൾ മാറാലക്കും കബേർഡ് തുറക്കുന്നതിനും. പിന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ നേരിയ ചൂട് വേണമെന്ന് പറഞ്ഞത് ഇവയെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടുവാൻ വേണ്ടിയാണ്. ഈ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ മാറാല തുടക്കുമ്പോഴാണെങ്കിലും കബേർഡ് തുടക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആകാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് അതിലേക്ക് പൂപ്പൽ വരാനായിട്ട് വളരെ കുറവ് സാധ്യതയേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വെള്ളത്തിൽ ഇതുപോലെ നല്ല കോട്ടൺ, ഞാൻ കുഞ്ഞിൻ്റെ ചെറിയൊരു ബനിയനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചൂലുണ്ടാവൂലേ, മാറാല കോലിലിട്ടാലൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ ഇതുപോലെ ഒരു ചൂലെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കാം. ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. മാറാല കോലിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മളൊന്ന് മാറാല ഫുള്ള് തട്ടിക്കളയുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മിശ്രിതം കൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം മാറാല കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ നമ്മളുടെ മതിലുണ്ടാവുന്ന പൂപ്പലില്ലേ, ആ പൂപ്പൽ കളയുവാനും ഈ ഒരു മിശ്രിതം വളരെ നല്ലതാണ്. ഒരു ഈർപ്പം പോലെ, എന്നിട്ട് അതിലൊരു പൊടി പോലെ പിടിച്ചിരിക്കുക കണ്ടില്ലേ. നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ വളരെയധികം വരാറുണ്ട്. ബാക്കി റൂമിലൊന്നും കുഴപ്പമില്ല, ഈ ഒരു ബെഡ്റൂമിൽ അങ്ങനെ വരാറുണ്ട്. അതുപോലെ കബേർഡിലൊക്കെ കണ്ടില്ലേ ഒരു പൂപ്പൽ പോലെ വരും. നമ്മൾ ഈ മഴ അത്രയും പെയ്തിട്ട് മഴ മാറിക്കഴിയുമ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും പ്രശ്നമാണ്. അപ്പം മാറാല ഉള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തൂത്ത് കൊടുക്കാം. മേളിലും അതുപോലെ പൂപ്പലുള്ള സ്ഥലങ്ങളിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. അത് പിന്നീട് കൂടുതൽ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. അതുമല്ല നമ്മൾ ഈ കർപ്പൂരമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വളരെ ഒരു പോസിറ്റീവ് ഒരു വൈബ് തന്നെയാണ് ആ റൂമിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്മെല്ലായിരുന്നു പിന്നീട് നമ്മൾ ആ റൂമിൽ കയറുമ്പോൾ. അപ്പോൾ നമുക്ക് കബേർഡ് തുടക്കുമ്പം
ആദ്യം നമ്മൾ ഒരു ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി എടുത്തതിന് ശേഷം ഈ പൊടികളെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ പൊടികളെല്ലാം തട്ടിക്കളയണം. അതുപോലെ മാറാല് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് മാറാല കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ തെ വീഡിയോ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ കബേർഡ് തുടക്കുമ്പോൾ വേണ്ട ഒരു സാധനമാണ് കണ്ടീഷണർ. അത് നമ്മളുടെ ഷാംപൂ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി നല്ല സ്മൂത്ത് ആക്കാനൊക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മളുടെ മെഡിക്കൽ ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഷേ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ബോട്ടിലൊന്നും വേണമെന്നില്ല, ഏത് കമ്പനിയുടെ മതി. അതൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു വെള്ളം 2 അല്ലെങ്കിൽ 3 ഇത് കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്രയും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓരോരുത്തർ എത്രത്തോളം കബേർഡ് ഉണ്ട് അത്രയും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷണർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി മിക്സായി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കട്ടിയുള്ളൊരു ഇതാണ്, മെഴുകുപോലെ ഇരിക്കും. അപ്പം നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നേരിയ ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതെല്ലാമാണ് നല്ലപോലെ മിക്സ് ആകാൻ. അതുപോലെ സോക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും മസ്റ്റായിട്ട് ഇത് കാണുക കേട്ടോ. അത് വളരെ 23 ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ കാണിച്ചേക്കുന്നത്. എല്ലാവരും അത് പോയി കാണണം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ള കുറേ പണികൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാക്കുന്ന നല്ല നല്ല ടിപ്സുകൾ അതിലുള്ള ഒരു ടിപ്പാണ് ഇത്. നമ്മൾ ജനാലയും നമ്മൾ വാതിലൊക്കെ തുടക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സോക്സ് കയ്യിൽ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീനിങ് നടക്കും കേട്ടോ. നമ്മൾ കബേർഡിലൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വരച്ചിടുകയും സ്ക്രാച്ച് വീഴുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ക്ലിയർ ആയിട്ട് വരാനായിട്ട് ഈ കണ്ടീഷണർ കൊണ്ട് ഇതുപോലെ നിങ്ങൾ തുടച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. നല്ല ക്ലീൻ ആകും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പുതുമ വീണ്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പപ്പായയുടെ ഇലൻ്റെയും കർപ്പൂരത്തിൻ്റെയും അതുപോലെ ബേക്കിംഗ് സോഡയുടെയൊക്കെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. കണ്ടീഷണർ മസ്റ്റായിട്ടും കബേർഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ കണ്ടീഷണർ. അതുപോലെ വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കബേർഡ് തുടക്കുക കേട്ടോ. നോക്കിക്കേ, നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. നല്ല പൂപ്പലും പൊടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ വാതിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്ലീനിങ് ചെയ്തതും ക്ലീൻ ചെയ്യാത്തതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ, നല്ല പളാന്ന് വെട്ടിത്തിളങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ബാത്റൂം. നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാലും ബാത്റൂമിൽ കരിമ്പൻ്റെ ഒരു കുത്തു പോലെയും അതുപോലെ പൂപ്പൊരു പോലെയൊക്കെ വരാറുണ്ടല്ലേ. അപ്പം ഞാൻ ആ ഒരു മിശ്രിതത്തിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലിക്വിഡ് സോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഇത്തിരി പത കണ്ടാലേ ഒരു തൃപ്തി വരുള്ളൂ, അതുകൊണ്ട് മാത്രം ലിക്വിഡ് സോപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ തന്നെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിയാൽ നല്ല ക്ലീൻ ആകും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ ലിക്വിഡായിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക കേട്ടോ. അത് കയ്യിലിടുന്നതിനേക്കാളും ഇതുപോലെ ചുരുട്ടി പിടിച്ച് കഴുകുന്നതാണ് വളരെ എളുപ്പം. നമ്മൾ ഇരുമ്പിൻ്റെ സ്ക്രബ്ബറോ ഒന്നും വേണ്ട, ബ്രഷ് ഒന്നും വേണ്ട. നമ്മൾ ഇതൊന്ന് തേച്ച് എല്ലായിടത്തും ഒന്ന് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊഴിച്ച് കളഞ്ഞാൽ നമ്മളുടെ പൈപ്പിലുള്ള കറകളും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നല്ല കരിമ്പം പോലെ ആ ഒരു മതലിലൊക്കെ പിടിക്കും. നമ്മൾ മഴക്കാലം വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോയും വന്നും കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ഒരച്ചൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ ബാത്റൂം വെട്ടിത്തിളങ്ങും. അതുപോലെ ബാത്റൂമിൻ്റെ വാതിലുണ്ടാകുന്ന അഴുക്കും അതുപോലെ കരിമ്പം പാടുകളൊക്കെ പോകാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് പപ്പായയില കൊണ്ട്. നിങ്ങൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. കബേർഡൊക്കെ വെട്ടിത്തിളങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഒരച്ചൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങാം. ബാത്റൂം മാത്രമല്ല നമ്മളെ വീട് മൊത്തം വെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒരു മിശ്രിതം കൊണ്ട് സഹായിക്കും. അപ്പോൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ല